ഇനി നമുക്ക് ആലോചിക്കണം, പേസ്റ്റ് ഉണ്ട്, ബ്രഷ് ഉണ്ട്, സോപ്പ് ഉണ്ട്. ഇനി വരാൻ പോകുന്നത് ഹെലോ എന്ന പറഞ്ഞ ബ്രാൻഡിൽ നമുക്ക് കോസ്മെറ്റിക് വരാൻ പോവാം. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ ചെറിയ കുട്ടികളടക്കം ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ്. എല്ലാവർക്കും മേക്കപ്പ് ഇല്ലാതെ ഇന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ടാണ് നമ്മുടെ ബ്രാൻഡ് ഹെലോ എന്ന ബ്രാൻഡിൽ വന്നിട്ടുള്ളത്. ഇനി അതോടൊപ്പം തന്നെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥയും കൂടി പറയാം. ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നം തന്നെയാണ് ഈ പറയുന്ന കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പിക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് മിംസിൽ വന്നൊരു റിപ്പോർട്ടാണ്. ഏകദേശം 15 ആളുകളെ ഡയാലിസിന്റെ വ്യക്തി കിഡ്നി പേഷ്യന്റ് ആയിട്ട് വന്നതാണ്. കാരണം വെച്ചാൽ അവരെ കിഡ്നി ഒക്കെ അടിച്ചു പോയിട്ടുള്ള ആളുകളായിട്ട് വന്ന സമയത്ത് 15 ആളുകൾ എടുത്തപ്പോൾ അതിൽ 13 ആളുകളും കുട്ടികളാണെന്ന് പറഞ്ഞത്. കുട്ടികൾ മേക്കപ്പ് അവരുടെ സ്കിന്നിൽ ഈ പറയുന്ന ഫൗണ്ടേഷനും അല്ലെങ്കിൽ ഈ പറയുന്ന സെറം ഒക്കെ യൂസ് ചെയ്തിട്ട് അത് നേരെ സ്കിന്നിലൂടെ ഏറ്റവും കൂടുതൽ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്തിട്ട് ഇത് കിഡ്നീനെ അടിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കിഡ്നി അടിച്ചു പോയിട്ടുള്ള ആ കേസുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കേണ്ടത് ഇത് ഒരു ചെറിയൊരു കണക്ക് മാത്രമാണ്. അപ്പൊ ആലോചിച്ച് നോക്കേണ്ടത് ഇതൊക്കെ ഒന്ന് നമ്മൾ ഇന്ത്യയിൽ മാത്രം എടുക്കുന്ന സമയത്ത് 1000 എടുക്കുമ്പോൾ അതിൽ ഉറപ്പായിട്ടും പറയാം 900 ആളുകൾ പോലും ഈ പറഞ്ഞ കണക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിൽ ഏറ്റവും ഗുണം നേടിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഗുണത്തിൽ പെട്ടിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഹെലോ എന്ന ബ്രാൻഡിൽ ഫുള്ളി നാച്ചുറൽ ആയിട്ട് ഫുള്ളി വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമായിട്ട് നമുക്ക് ഹെലോ ബ്രാൻഡിൽ വന്നിട്ടുള്ളത്. ഇന്ന് നിങ്ങളൊക്കെ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടാവും, എല്ലാ തരത്തിലും നമുക്ക് ഉൽപ്പന്നങ്ങളുടെ വിലയടക്കം നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കേണ്ടത് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ഇതുവരെ ആരോഗ്യത്തോടെയാണ് നമ്മൾ എല്ലാവരുടെയും ആരോഗ്യം കാംക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യത്തെ മാത്രമാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തെങ്കിൽ ഇനി നമ്മൾ സൗന്ദര്യത്തിൽ പോലും നമുക്ക് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തും നിറഞ്ഞൊരു വലിയൊരു കമ്മ്യൂണിറ്റിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ യഥാർത്ഥ ടോപ്പിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. കൃത്യമായിട്ട് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യാം. എല്ലാ ആളുകൾക്കും അറിയുന്ന പോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. ബിഗിനേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് തെറ്റുകളെ കുറിച്ചിട്ടാണ്. അത് നമ്മൾ അറിയില്ലേ, ബിഗിനേഴ്സ് ഡൂയിങ് മിസ്റ്റേക്ക് ഇൻ MLM. അതായത് നമ്മളുടെ ബിസിനസ്സിൽ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന കുറച്ച് തെറ്റുകളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങൾ, കാരണം എത്ര വലിയ ആളുകളാണെങ്കിലും ഈ മിസ്റ്റേക്ക് വന്ന മിസ്റ്റേക്ക് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഒന്ന്, നമ്മളില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിച്ച് തയ്യാറായിട്ടുള്ള ആളുകൾക്ക് 100% ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നമ്മൾ ഓരോ സമയത്തും ഏറ്റവും കൂടുതൽ ഈ ബിസിനസ്സുമായി കണക്ട് ചെയ്ത് ഏറ്റവും നന്നായിട്ട് നമ്മൾ ഈ ബിസിനസിനെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് കാര്യങ്ങൾ. അപ്പോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ നന്നായിട്ട് മനസ്സിലാക്കുക. എന്തൊക്കെ മനസ്സിലാക്കണം എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമുക്കറിയാം കമ്പനി പ്രൊഫൈല് പ്രൊഡക്റ്റിനെ നന്നായിട്ട് അറിഞ്ഞേ മതിയാവുള്ളൂ. കാരണം നമ്മൾ ഈ മാർക്കറ്റിലേക്കാണ് കളിക്കാൻ പോകുന്നത്. ആ മാർക്കറ്റിനെ ശരിക്കും നമ്മൾ കളിക്കണം എന്നുണ്ടെങ്കിൽ 100% നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് 100% നമ്മൾ പഠിച്ചിരിക്കണം. അതുകൊണ്ട് 100% നിങ്ങൾ പ്രൊഡക്റ്റ്, കമ്പനി, അതോടൊപ്പം എന്താണ് ഇൻകം പ്ലാൻ നിർബന്ധമായിട്ട്. ഞാനത് ഫാസ്റ്റ് ആക്കാൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു വിജയ മന്ത്രമാണ് യൂസ് ദ ലീഡർ ആൻഡ് കണക്ട് ദ സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ക്രിയേറ്റ് ദ ലീഡേഴ്സ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ലീഡേഴ്സിനെ നന്നായിട്ട് നിങ്ങൾ ലീഡേഴ്സ് എന്താണോ പറയുന്നത് ആ ലീഡേഴ്സ് പറയുന്നത് സിസ്റ്റം ബേസ് ചെയ്തിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് ഈ വിന്നേഴ്സ് ഇന്റർനാഷണൽ എന്നുള്ള വലിയൊരു ഓർഗനൈസേഷന്റെ പാർട്ടായിട്ട് നിങ്ങൾ എത്രമാത്രം നോളജും എത്രമാത്രം ഈ പറയുന്ന സിസ്റ്റമായിട്ട് ക്ലബ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നുണ്ടോ അതിലായിരിക്കും നമ്മുടെ വിജയം കിടക്കുന്നത്. എത്ര കഴിവുണ്ടോ എന്നുള്ളതിലല്ല, ഭയങ്കരമായിട്ട് കഴിവുള്ളൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ടീമുള്ള വ്യക്തിക്കോ ഇതിൽ വിജയിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ ഈ ഒരു സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം പല ആളുകളും വന്നു പോയിട്ടുണ്ട്, പലതരത്തിലും വലിയ കഴിവുള്ള ആളുകൾ വന്നിട്ടും വിജയിക്കാൻ പറ്റാതെ പോയത് അവർ ഈ സിസ്റ്റമായിട്ട് ക്ലബ് ചെയ്യാത്തതുകൊണ്ടാണ്. എനിക്ക് ഒന്നുകൂടെ പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ലാക്ക് ഓഫ് നോളജിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇൻഡസ്ട്രി എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഓരോ പ്രൊഡക്റ്റിന്റെ കോമ്പിനേഷൻ എന്താണെന്ന് പഠിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുക. കാരണം എന്ത് കിട്ടും എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്നതിൽ നന്നായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതെല്ലാം പഠിച്ചെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നത്രേ ഉള്ളൂ, നിങ്ങൾ എല്ലാവരും 100 ലിസ്റ്റ് ഉള്ള ആളുകൾ ആരൊക്കെയാണ്? സമയത്തും നമ്മളെ 100 ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ
100 ലിസ്റ്റ് ഫുൾഫിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മൾ. കാരണം നമ്മളുടെ ചുറ്റുവട്ടത്ത് ഈ 100 ആളുകൾക്ക് പ്ലാൻ കാണിച്ചാൽ വീണ്ടും അതിലേക്ക് 100 ആളുകളെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വീണ്ടും വീണ്ടും ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ലിസ്റ്റിന്റെ ഒരു കാര്യം. ഇത് ലിസ്റ്റിനെ കുറിച്ചിട്ടൊന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, കാരണം ലിസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് എന്നാ പറയാറ്. അപ്പൊ ലിസ്റ്റ് ഇല്ലാതെ ഈ ലോകത്തിൽ ഒന്നും നടക്കൂല. ഒരു കല്യാണത്തിന് കല്യാണം വിളിക്കണമെങ്കിൽ നമ്മൾ ലിസ്റ്റ് എടുത്തിട്ടാണ് വിളിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം. കാര്യപ്പെട്ട ഏത് ഫംഗ്ഷൻ ആണെങ്കിലും, ഒരു പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ലിസ്റ്റ് ഇടും. ഏതാണെന്നറിയും? അവിടുത്തെ കച്ചറ ഉണ്ടാക്കുന്ന ആളെ KD ലിസ്റ്റ് ഉണ്ട്. ഒരു ബാങ്കിൽ ഒരു മാനേജർ ജോയിൻ ചെയ്യാൻ വന്നാൽ ആദ്യം അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ ലിസ്റ്റ് ബിൽഡ് ചെയ്യും. പണ്ടം പണയം വെക്കാനുള്ള ആളുകളെ ലിസ്റ്റ് ചോദിക്കും. അവിടുത്തെ ഏറ്റവും കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് അവർ ചോദിക്കും. ഇങ്ങനെ ലിസ്റ്റ് മസ്റ്റ് ആണ് എല്ലാ തരത്തിലും. ഏത് വർക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിലും, ഏത് ബിസിനസ് വിജയിക്കണമെങ്കിലും 100% നമുക്ക് ലിസ്റ്റ് ആണ്. അപ്പോ ഒന്ന്, ലാക്ക് ഓഫ് നോളജ് കറക്റ്റ് ചെയ്യുക, നന്നായിട്ട് അറിവുണ്ടാക്കുക. രണ്ടാമത്, ലിസ്റ്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കിടക്കുക. ആ ലിസ്റ്റ് നിങ്ങൾ എഴുതി വെച്ച ലിസ്റ്റിൽ നിങ്ങൾ പ്രയോറിറ്റി അനുസരിച്ച് ഓരോ 10 ആളുകളും പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് അപ്ലയൻസിനോട് ചോദിക്കുക. കൃത്യമായിട്ട് അവരുടെ പ്രൊഫൈൽ ചോദിച്ച് നിങ്ങൾ അവർക്ക് പ്ലാൻ കാണിച്ചുകൊണ്ടേയിരിക്കാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് ആണ്. സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഇത്രേ ഉള്ളൂ. നമ്മൾ ഇപ്പൊ മൈ ലൈഫിൽ വന്നു, ഈ പറയുന്ന പ്ലാന്, പ്രസന്റേഷൻ, പ്രൊഡക്റ്റ്, ഈ നോളജ് എല്ലാം കിട്ടാതെ ഇതൊന്നും പോരാ, മൈ ലൈഫ് പോരാന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും കമ്പനിയിലേക്ക് പോകും. ഇതിലൊന്നും എനിക്ക് ഇൻകം കിട്ടൂല എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു കമ്പനിയിലേക്ക് പോകും. അതിലും ഐഡിയ എടുക്കും, അതൊന്നും ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു കമ്പനിയിലേക്ക് പോകും. ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. കാരണം ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് 100% ആ കമ്പനീന്റെ പ്ലാനും പ്രസന്റേഷനും അതിന്റെ എല്ലാ എത്തിക്കായിട്ടുള്ള കാര്യങ്ങളും പഠിക്കാതെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല എന്ന് പറയുന്നത് സത്യമാണ്. കാരണം ഇവിടെ ഇൻകം കിട്ടാതെ പോകുന്നതല്ല, നിങ്ങൾക്ക് അതായത് ലാക്ക് ഓഫ് നോളജിന്റെ ഒരൊറ്റ കാര്യത്തിലാണ് നമ്മൾക്ക് ഇത് വിട്ടിട്ട് പോകുന്നത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ പോകുന്നതാണ് ഈ കാര്യങ്ങൾ വിട്ടിട്ട്. അതുകൊണ്ട് 100% മൈ ലൈഫ് പഠിച്ച്, മൈ ലൈഫിന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ച്, മൈ ലൈഫിന്റെ ഇൻകം പ്ലാൻ പഠിച്ച ഒരാൾ പോലും മൈ ലൈഫ് വിട്ടിട്ട് പോകില്ല. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗിൽ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗിൽ. ഇനി ഒരു തർക്കമില്ല, വേൾഡ് നമ്പർ 1 ആയിട്ട് മാറാൻ പോകുന്ന ഒരേ ഒരു കമ്പനിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ്. ആ കമ്പനിയിലാണ് ഞാനും നിങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമ്മൾ അറിവില്ലാത്തത് കൊണ്ട് മാത്രമാണ് ചിലപ്പോൾ ഇത് വിട്ടിട്ട് പോകാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കേണ്ടത്, ഇനി ഇത്രയും 1000 പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനി ഇറക്കാൻ പോവുകയാണ്. ഇത്രയും ആളുകളിലേക്ക് ഏറ്റവും റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ഇറക്കുന്ന ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരേ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അത് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ആണ്. ഒന്ന് ആലോചിച്ചോണം, ഇൻകം കിട്ടാത്തതിന്റെ പ്രധാന കാരണം ഇൻകത്തിന്റെ പ്ലാൻ അറിയാത്തത് കൊണ്ടാണ്. ISO സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം. നമ്മുടെ പ്രൊഫൈൽ, നമ്മുടെ കമ്പനിയുടെ ഇത് നോക്കുന്ന സർട്ടിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ISO സർട്ടിഫൈഡ് ആണ്. ഈ ഒരു കമ്പനീന്റെ ഇൻകം പ്ലാൻ ആണ് ISO സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ വളരെ വ്യക്തമായിട്ട് ഇത് പഠിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഇൻകം കിട്ടുന്ന ഒരു സോഴ്സ് നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു കമ്പനിയിൽ തലയിട്ടിട്ട് അല്ലെങ്കിൽ ഇതിൽ വരുമാനമല്ല എന്നുകൊണ്ട് അടുത്തൊരു കമ്പനിയിലേക്ക് പോയി ചാടുന്നത് ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരാണ്, ഏറ്റവും വലിയൊരു അബദ്ധമാണെന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു, ISO സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഇൻകം പ്ലാനെല്ലാം വേറെ ഏതെങ്കിലും കമ്പനി ഉണ്ടോ നിങ്ങൾ ചോദിച്ചു നോക്കുക. അപ്പോൾ വളരെ വ്യക്തമായിട്ട് സുതാര്യമായിട്ട് എല്ലാ ആളുകളിലേക്കും ഇതുവരെ കമ്പനി വന്നിട്ട് ഇതുവരെ മുടങ്ങാണ്ട് 13ാമത്തെ വർഷത്തിൽ റൺ ചെയ്യുന്ന ഒരേ ഒരു കമ്പനി, കോവിഡ് വന്നു, മഹാമാരി വന്നു, ഈ സമയത്തൊന്നും നമുക്ക് സ്റ്റക്ക് ആവാതെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് വരുമാനം എത്തിച്ചിട്ടുള്ള ഒരേ ഒരു കമ്പനിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ. ഞാൻ പറയാം, നമ്മുടെയൊക്കെ പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ഈ ഒരു കമ്പനിയിൽ നമ്മൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അത് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 4ാമത്തെ കാര്യമായിട്ട് പറയുന്നത് മോർ ID. നമ്മൾ പറയുന്നുണ്ട് 3 IDയിൽ നമുക്ക് ഇൻകം കിട്ടുന്നൊക്കെ. യെസ്, ഇൻകം നൽകുന്നതിൽ ഒരു കോംപ്രമൈസ് നമ്മുടെ കമ്പനി ചെയ്യാറില്ല. കൃത്യമായിട്ട് വർക്ക് ചെയ്തോ, 2 ഭാഗത്തും മാച്ച് ചെയ്തോ ഉറപ്പാണ് അവിടെ ഇൻകം കിട്ടിയിരിക്കും. ഞാൻ പറഞ്ഞു മോർ ID എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ID ക്രിയേറ്റ് ചെയ്യാൻ പറയാറുണ്ട്. 5, 5, 5 വെച്ചിട്ട് നിങ്ങൾ അതിൽ 3 IDയിലും നമുക്ക് 2,10,000 വാങ്ങുന്നുണ്ടെങ്കിൽ 25 ലക്ഷമാണ് നമുക്ക് ഈ 15,000 രൂപയുടെ ID എടുത്താൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഒരു വലിയൊരു കോംപ്ലിക്കേഷൻ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ 3 ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം
രണ്ട് ഭാഗത്ത് രണ്ട് ഐഡിയിൽ നിങ്ങൾ, അതായത് ഒരു ഐഡിയിൽ ആദ്യം ഇൻകം കിട്ടി, രണ്ട് ടീം കൊണ്ടുപോയതിന്റെ ശേഷം മാത്രമേ നിങ്ങൾ ആ മൂന്നാമത്തെ ഐ ഡി ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് എക്സ്പീരിയൻസിന്റെ കുറവും, അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമുക്ക് 2, 3, 4 ടീമും കൂടി കറക്റ്റ് ആക്കി കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ ലീഡേഴ്സിന്റെ അഭാവം അല്ലെങ്കിൽ ലീഡേഴ്സിനെ ശ്രദ്ധിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്, അല്ലാതെ 3 ID ഇൻകം വാങ്ങരുത് എന്നുള്ളതല്ല പറഞ്ഞത്. തുടക്ക സമയത്ത് നമുക്ക് കോംപ്ലിക്കേഷൻ ആണെന്നുള്ളത് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പം നമുക്ക് ആലോചിച്ച് നോക്കേണ്ടത്, വേറെ ഏതെങ്കിലും കമ്പനിയിൽ, ഇപ്പൊ മോദി കെയർ എടുക്കുക, ഞാൻ കമ്പനീനെ ഒരിക്കലും മോശമാക്കി പറയല്ല, വേറെ ഏത് കമ്പനി ആണെങ്കിലും അവിടേക്ക് ഒരു ഐഡി മാത്രമേ അടിക്കാൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് ആലോചിച്ചോളൂ, 3 ഐഡിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് 4 ടീമിനൊന്ന് കറക്റ്റ് ആയിട്ട് 4 ടീമിൽ ഒരു 10 ലീഡർമാരെ വെച്ചിട്ട് പോവാണെങ്കിൽ മാസ വരുമാന ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ജീവിതത്തിൽ വേറെ എവിടേക്കും പോകണ്ട, എവിടെയും തിരിഞ്ഞു നോക്കണ്ട എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യനുള്ളിടത്തോളം കാലം ആലോചിച്ച് നോക്കണം, നമുക്ക് നല്ല ഉൽപ്പന്നങ്ങൾ വേണം, നല്ല ഫുഡ് സപ്ലിമെന്റുകൾ വേണം. ഏറ്റവും നല്ല ഫുഡ് സപ്ലിമെന്റ് കൊടുക്കുന്ന കമ്പനികൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ന് ഒരു തർക്കമില്ലാണ്ട് പറയുന്നത് നമ്മുടെ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയാണ്. അപ്പൊ ആലോചിച്ചുകൊണ്ട് ലോകത്തിൽ മനുഷ്യരുള്ളിടത്തോളം കാലം നമ്മളുടെ ബിസിനസ്സിന് ഒരു കോട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ്. മറ്റേ AI വന്നു, റോബോട്ടിക് വന്നു, എല്ലാ സംവിധാനങ്ങളും വന്നാലും ഇവിടെ മനുഷ്യന് നന്നായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, നല്ല ആരോഗ്യത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉൽപ്പന്നം ഉറപ്പായിട്ടും കഴിച്ചേ മതിയാവുള്ളൂ എന്നുള്ള ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകളും ഇന്ന് പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനും ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എത്ര ആളുകളിലേക്ക് നമ്മൾ ഇത് ബോധ്യപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ വിജയം നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അഞ്ചാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, റോങ് പ്രൊമോഷൻ ഒരിക്കലും നിങ്ങൾ കൊടുക്കാണ്ടിരിക്കുക. റോങ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ബിസിനസ് പ്ലാൻ പറയുന്ന സമയത്ത് ഈ 2:10 ആഴ്ചയിലുള്ളത്, നമ്മൾ കയറിയിട്ട് ആവേശത്തോടെ വലിയതൊന്നും കൂടുതലൊന്നും പറയണ്ട. അതോടൊപ്പം തന്നെ 95 കഴിച്ചിട്ട് ഇതാ ഇന്നലെ കൊടുത്തപ്പോൾ തന്നെ ആള് നീറ്റ് നടക്കാൻ തുടങ്ങിയെന്നൊന്നും പറയണ്ട. കാരണം കമ്പനി എപ്പോഴും പറയുന്നുണ്ട്, റോങ് പ്രൊമോഷൻ ഒരിക്കലും കൊടുക്കരുത്. നമ്മുടെ പ്രോഡക്റ്റ് ഒരു 3 to 6 month കഴിക്കുന്ന സമയത്ത് ആ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളാണ് ശരിക്കും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ആറാമത്തെ പറയുന്ന കാര്യം എന്താ വെച്ചാല്, ഫിയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ആളുകളെടുത്ത് നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാണ്, സംസാരിക്കാൻ പേടിയാണ്. അല്ലെങ്കിൽ അപ്ലൈനോട് ഒരു കാര്യം എന്താ അപ്ലൈൻ വിചാരിക്കാന്ന് പറയാം, അപ്ലൈനോട് പറയാൻ പേടിയാണ്. എന്നാ ഇതെല്ലാ പ്രശ്നങ്ങളും പറയുന്നത് ആരോടാ? ഡൗൺലൈനോടാ. ആലോചിച്ചുകൊണ്ട് ഡൗൺലൈൻ എപ്പോൾ നിർത്തി പോയി എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് സാറേ ഇത് നടക്കാതെ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്തുകൊണ്ടാണ് ഔട്ട്ലെറ്റിൽ വരാത്തത്? അത് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ കമ്പനിയിൽ വിളിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈനോട് ചോദിക്കുക. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ടായിരിക്കും. ഇപ്പൊ എന്തുകൊണ്ടാണ് അത് വരാത്തതെന്ന് ചോദിച്ചാൽ അതിനുള്ള സിറ്റുവേഷൻസ് പലതരത്തിലായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈനോട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ എപ്പോഴും ക്വാളിറ്റി ഉള്ള ഒരു ലീഡറെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് നേരിട്ട് ആ ലീഡറോട് ചോദിച്ച് അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളെ താഴത്ത് ഡൗൺലോഡ് ചെയ്ത് സംസാരിക്കുക. ഒരിക്കലും ഡൗൺലൈൻ്റെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ട് ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഡൗൺലൈൻ പിന്നെ നമ്മളെ അടുത്തേക്ക് വരണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ ബിസിനസ് അവിടെ റോങ് എത്തിക്കലേക്ക് അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഇതിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലൊറ്റ ഷോർട്ട് കട്ടേ ഉള്ളൂ, ഫീൽഡിൽ അങ്ങോട്ട് ഇറങ്ങുക. ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കണമെന്ന് ഫീൽഡിലാണ് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. നമ്മൾ ശ്രീജിത്ത് സാറ് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സോൾവ് ആവാൻ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നത് ഈ ആളുകളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതിൽ ഫീൽഡിൽ നന്നായിട്ട് ഇറങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏഴാമത്തേതായിട്ടുള്ള കാര്യം പറയാൻ വെച്ചാൽ ഈ കള്ളം പറയാണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്ലൈൻ ചോദിക്കുന്ന സമയത്ത് ചോദിക്കുകയാണ്, സാറേ ഇന്ന് ഫീൽഡിലാണ്, ഇന്ന് ഫീൽഡിൽ ഞാൻ ഇത്ര പ്ലാൻ കൊടുത്തു ആണല്ലേ, അതിൽ ഇത്ര ഫോളോ അപ്പ് ഉണ്ട്, അത്ര ഫോളോ അപ്പ് ഉണ്ട്, എത്ര പ്രോഡക്റ്റ് വിറ്റു, ഇത്ര പ്രോഡക്റ്റ് വിറ്റു, അപ്പൊ ഇന്നത്തെ വരുമാനം അതിൽ സ്റ്റക്കാ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറയുന്നത് നമ്മളെ എന്താ പറയല്ലേ, നമ്മളോട് തന്നെയാണ് നമ്മൾ നുണ പറയുന്നത്, നമ്മളോട് തന്നെയാണ് നമ്മളെ ബിസിനസിന്റെ സാധ്യത ഇല്ലാണ്ടാക്കണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിക്കലും ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുതെന്നാണ്. അപ്പൊ അപ്ലയൻസിനോടും കള്ളം പറയരുതെന്നുള്ളത് കൂടി ഞാൻ ഇതിൽ കൂട്ടിച്ചേർക്കുകയാണ്. 100%. കാരണം എന്താണെന്നറിയോ, നമ്മൾ നമ്മളെ ബിസിനസ്സിൽ ഇല്ലാണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ഇല്ലാണ്ടാക്കുന്നതാണ് ഈ പറയുന്ന കാര്യം. കാരണം നമ്മളുടെ വരുമാനം കൂട്ടാനുള്ള സ്രോതസ്സാണ് ഇല്ലാണ്ടാക്കുന്നത്. അപ്പൊ അപ്ലൈൻ പറയുന്നത് നമ്മുടെ ബിസിനസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പറയും, അപ്ലൈൻ ആണല്ലോ ഞാൻ ചെയ്തുകൊണ്ട് കാര്യം, എനിക്കെന്താ കാര്യം, ഇതൊക്കെ അപ്ലൈൻ കൊണ്ടുപോകല്ലേ. ഇതൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള ഒരു കാര്യം. കാരണം അപ്ലൈൻ ഒരു ദിവസം കൊണ്ട് അപ്ലൈൻ ആയതല്ല.
ഈ പറയുന്ന വരുമാനം വാങ്ങുന്ന ഓരോ അപ്ലയൻസും ഇതുപോലെ ഗ്രൗണ്ടിൽ നന്നായിട്ട് കഷ്ടപ്പെടുന്ന ആളുകളാണ്, ഇപ്പോഴും കഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പൊ വെറുതെ ഇരിക്കുന്ന ആളുകൾ വിചാരിക്കും ഞാൻ ചെയ്താൽ എന്റെ അപ്ലൈനല്ല കാര്യം എന്നുള്ളത്. അതൊക്കെ നമുക്ക് നാളെ ഒരു ടീം ഉണ്ടാവുന്ന സമയത്ത് ഈ പറയുന്ന താഴെയുള്ള ഒരാൾ ഇതേമാതിരി ചിന്തിക്കുമ്പോൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മളെ ഡൗൺലൈൻ എടുത്തോ, ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരിക്കലും കള്ളം പറയാതിരിക്കുക. 100% നമ്മൾ ചെയ്യുന്നത് എന്താ പറയാ കള്ളല്ല എന്ന് ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഉത്തമ ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ആ ബിസിനസ് നമുക്ക് ഒരു ജെനുവിൻ ബിസിനസ് ആയിട്ട്, ഒരു ജെനുവിൻ ലീഡർ ആയിട്ട്, ഒരു ജെനുവിൻ ഇൻകം ആയിട്ട് നമുക്ക് മാറുന്നുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പറയാ, ഒരിക്കലും നിങ്ങളുടെ നുണ പറയാണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എട്ടാമത്തെ കാര്യം ഒന്നുകൂടെ പ്രസന്റേഷൻ ആണ്. എട്ടാമത്തെ കാര്യം പ്രസന്റേഷൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ ആരംഭശൂരത്വം കാണിക്കാറുണ്ട്. ചിലപ്പം നമ്മളെക്കാളും വിദ്യാഭ്യാസമുള്ള ഒരാളെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓൻ എല്ലാം അറിയല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ അറിയും കാരണം ഞാൻ ഇതൊക്കെ കുറെ കണ്ടതാണെന്നുള്ള ഭാവത്തില്. കാരണം മൈ ലൈഫിന്റെ പ്ലാനും മൈ ലൈഫിന്റെ ഇൻകം മൈ ലൈഫിന്റെ പ്രൊഡക്റ്റും കൃത്യമായിട്ട് അറിയാതെ എത്ര വിദ്യാഭ്യാസമുള്ള ഒരാളാണെങ്കിലും പ്ലാൻ കൊടുത്താൽ അവിടെ ഫെയിലിയർ ആവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, തുടങ്ങുന്ന സമയത്ത് പല നെഗറ്റീവുകളും നമുക്ക് കിട്ടാൻ സാധ്യത ഏറ്റവും കൂടുതലാണ്. അപ്പോഴേ നമ്മളെ ചാർജ് എല്ലാം പോകുന്നതും ഈ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കാണ്. അപ്പൊ നമ്മളറിയാം എനിക്കിത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അപ്പൊ 100% പറഞ്ഞ പോലെ ഇതൊന്നും നടക്കൂല. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, പല നെഗറ്റീവുകളും കേൾക്കുന്നത് ഈ കേൾക്കുന്ന ആളുകൾ പുറത്തിറങ്ങുന്ന സമയത്ത്, പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത്, പ്ലാൻ പറയുന്ന സമയത്ത് എല്ലാം കിട്ടും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു നല്ല മികച്ച ലീഡറിനെ കൊണ്ടുപോയിട്ട് ആദ്യത്തെ ഒരു 10 പ്ലാനെങ്കിലും നമ്മൾ കേട്ട് അവരെ കേൾപ്പിക്കാൻ കൊണ്ടുപോവാ. 10 പ്ലാനെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഒരു എക്സലന്റ് ആയിട്ട് നല്ല എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു ലീഡറെ കൊണ്ടുപോയിട്ട് പ്ലാൻ കൊടുക്കുക. ഈ പ്ലാൻ കൊടുക്കുന്നത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം മാത്രം, ഈ പറയുന്ന വ്യക്തിക്ക് ആരാണോ കൊണ്ടുപോകുന്നത് അയാളുടെ മുന്നിൽ പ്രസന്റേഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറയാം വന്ന വ്യക്തി ആരാണെന്നുള്ളതും ഈ പറയുന്ന ഈ പ്ലാൻ കേൾക്കുന്ന ആരാണെന്നുള്ളതും കൃത്യമായിട്ട് അവരുടെ എഡിഫിക്കേഷൻ നടന്നതിന് ശേഷം ഈ പറയുന്ന ലീഡറെ നന്നായിട്ട്, നമ്മൾ അപ്ലൈൻ ലീഡറാണ്, എന്നെ ഈ ബിസിനസ്സിലേക്ക് ഏറ്റവും ശക്തമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡറാണ്, ഇതെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരാൻ കെൽപ്പുള്ള ഒരാളാണെന്ന് പറഞ്ഞിട്ട് അയാളെ മുന്നിൽ ഇരുത്തിയതിന്റെ ശേഷം പിന്നെ നിങ്ങൾ ഒരിക്കലും വായ തുറക്കാൻ പാടില്ല. പിന്നെ എല്ലാ സമയത്തും അയാള് എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് ആ കേൾക്കുന്ന ആള് കേൾക്കുന്ന അതേ ലാഘവത്തോട് കൊടുത്താൽ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അവിടെ കേൾക്കുന്ന വ്യക്തി ഇതിനെക്കുറിച്ച് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്, നിങ്ങളും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഈ പ്ലാൻ കഴിയുന്നതോടുകൂടെ തന്നെ അയാൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനിരിക്കും. എപ്പോഴും നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ആ പറയുന്ന വ്യക്തിയെ എഡിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വല്ല ഫോണിലോ നമ്മൾ വല്ല പുറത്തിറങ്ങിയിട്ടോ ഇനി സാറേ നിങ്ങളെന്ന് പറഞ്ഞോളിട്ടോ ഞാൻ പുറത്തുണ്ടിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എത്ര വലിയ ലീഡേഴ്സ് എത്ര നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഒരിക്കലും ആ വ്യക്തി ജോയിൻ ചെയ്യണമെന്നില്ല. കാരണം ആ ആള് നിങ്ങളെ കണ്ടിട്ടാണ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ വ്യക്തി എത്രമാത്രം സീരിയസ് ആയിട്ടാണോ ആ ലീഡർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ആ പുതിയ വ്യക്തിയും കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും മിസ്റ്റേക്ക് ഒരാൾ വരാനുള്ള അല്ലെങ്കിൽ വരാനുള്ള സാഹചര്യം പോലും ഇല്ലാതാക്കുന്നത് ആ കൊണ്ടുപോകുന്ന വ്യക്തിയുടെ ഈ അബദ്ധങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അതിനെ നിങ്ങൾ ഈ പറയുന്ന പ്രസന്റേഷൻ നിങ്ങൾ കൃത്യമായിട്ട് 10 പ്രസന്റേഷൻ എങ്ങനെ എന്റെ ലീഡർ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. 11ാമത്തത് നിങ്ങൾ പഠിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരിക്കലും ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. കാരണം ഇത് 11ാമത്തെ തവണ നിങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് എന്ത് മിസ്റ്റേക്ക് ഉണ്ടോ അത് നിങ്ങൾ തിരുത്തി മുന്നേറാൻ ശ്രമിച്ചാൽ മാത്രമേ ഈ ബിസിനസ്സിൽ വലിയ രീതിയിലേക്ക് നമുക്ക് മാറ്റങ്ങളുണ്ട്. എന്ന് മുതലാണോ സ്വന്തം ബിസിനസ് ആയിട്ട് സ്വന്തം പ്ലാൻ പ്രസന്റേഷൻ തുടങ്ങുന്നത് അന്ന് മുതലാണ് നിങ്ങൾ വിശ്വസിച്ചൊരു ടീം വലുതാവുന്നുണ്ടാവുക. ഒരു സംശയവുമില്ല. എത്ര വലിയ മുബീൻ സാറിനെ കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ എത്ര വലിയ ലീഡറെ കൊണ്ടുപോയിക്കോ അയാൾ ഇത്ര ലക്ഷങ്ങൾ വാങ്ങുന്നു ഇത്ര കോടികൾ വാങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും ആ പ്രസന്റേഷൻ എന്നാണോ ആ കൊണ്ടുപോയ വ്യക്തി തുടങ്ങുന്നത് അയാളെ വിശ്വസിക്കുക, തെറ്റിക്കോട്ടെ, അയാളുടെ എക്സൈറ്റ്മെന്റ് അയാളുടെ കോൺഫിഡൻസും ആണ് 100% ആ പറയുന്നത്. കാരണം ഇവനെ കാണുന്നത് പോലെയല്ല, ഇവൻ എന്റെ ഒപ്പം നിൽക്കുന്ന സമയത്തൊന്നും ഇത്ര എക്സൈറ്റ്മെന്റ് ഇല്ല, ഇത്ര കോൺഫിഡൻസോടെ സംസാരിക്കാൻ പഠിച്ചില്ല. ഇപ്പൊ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ടോ ഓന്റെ ഒപ്പമാണല്ലോ ഞാനും വർക്ക് ചെയ്യാൻ പോകണമെന്നുള്ള എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ പറയുന്ന വ്യക്തിക്ക് ഉണ്ടാവും. അതുകൊണ്ട് 100% പ്രസന്റേഷൻ നിങ്ങൾ പഠിക്കുക. പഠിച്ചത് ഗ്രൗണ്ടിൽ പയറ്റാൻ തയ്യാറാണെങ്കിൽ ഒരു സംശയമില്ല, നോ ഡൗട്ട് നിങ്ങളുടെ കൂടെ ആളുകൾ വന്നുകൊണ്ടിരിക്കും. അതല്ല ഇതെന്നും മിസ്റ്റേക്ക് ആവും ഇതെന്ന് പഠിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും നാളെ നീളെന്നാണ് ഈ ലോട്ടറി കച്ചവടത്തിന്റെ മാതിരിയാവും. പേടി ഉണ്ടെങ്കിൽ അതിന് ഗ്രൗണ്ടിൽ പയറ്റി കഴിഞ്ഞാൽ മാത്രമേ പോവുള്ളൂ. 9ാമത് വന്നിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഒരു ലീഡർ വിളിച്ചു കഴിഞ്ഞാൽ
എപ്പോഴാണോ നമ്മൾ എന്ത് കാര്യത്തിനും ഒരാള് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന സമയത്താണ് ആ ഈ ഒരു വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, ഒരു ബിസിനസ് കാര്യങ്ങളായിക്കോട്ടെ, അവർ വിജയിക്കുന്നുണ്ടാവുക. ബിസിനസ്സിൽ ഏത് 4ാം ക്ലാസ്സുകാരനായിക്കോട്ടെ, 2ാം ക്ലാസ് സ്കൂളിൽ പോകാത്ത ആളാണെങ്കിലും റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ആളുകൾ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ, ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ വീട്ടിൽ ഉത്തരവാദിത്തം എടുക്കുന്ന ഒരു ഗൃഹനാഥൻ, അയാൾ എടുക്കുന്ന ഉത്തരവാദിത്തമാണ് ആ വീടിനെ വലിയ രീതിയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുപോകാൻ പറ്റുക. അതുപോലെ തന്നെയാണ് ഈ ബിസിനസ്സിലും. ഇപ്പൊ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ലീഡർ വിളിച്ചു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റിയിൽ ഒരു കാര്യം കൂടെ പറയുകയാണ്. ലീഡർ വിളിച്ചു കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ചിലപ്പോൾ ഫോൺ എടുക്കലുണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, ലീഡർ എന്താണെങ്കിൽ പറയാന്നുള്ളതും, അല്ലെങ്കിൽ ലീഡറിനെ പേടിച്ചിട്ടാവും ചിലപ്പോൾ ഫോൺ എടുക്കാതെ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ലീഡർ ഒരിക്കലും നമ്മളെ തളർത്താനല്ല. കാരണം ലീഡർ 100% അയാളെ വിജയിപ്പിക്കാനുള്ള കാര്യങ്ങൾക്കാവും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പൊ ആലോചിച്ച് നോക്കേണ്ടത്, നിങ്ങൾ എന്നാണോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്, അപ്ലൈൻ പറയുന്നത് നിങ്ങളുടെ വിജയത്തിനാണെന്നുള്ളതും, തീർച്ചയായും ഓരോ കോളും നിങ്ങളെ വിജയിപ്പിക്കാനുള്ള ആശയങ്ങൾ തരാനും, അല്ലെങ്കിൽ മീറ്റിങ്ങിന്റെ കാര്യങ്ങൾ പറയാനും, നിങ്ങളുടെ ഇൻകം സെക്യൂർ ആക്കാനും വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഇനി മുതൽ അപ്ലൈൻ വിളിക്കുന്ന സമയത്ത് അഥവാ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ തിരിച്ചു വിളിക്കാൻ നോക്കുക. അതോടൊപ്പം തന്നെ ഓരോ ഗ്രൂപ്പിലും ആലോചിച്ചുകൊണ്ട് ലീഡേഴ്സ് എത്രമാത്രം എഫർട്ട് ഇട്ടിട്ടാണ് ഓരോ സമയത്തും പുലർച്ചെ മുതൽ പല സമയത്തും ലീഡേഴ്സ് ഇൻഫർമേഷൻസ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ചിലപ്പോൾ തമ്പിടുന്ന ആളുകൾ. ആലോചിച്ചുകൊണ്ട് നമ്മൾ എത്രമാത്രമാണ് ഈ ബിസിനസ്സിൽ സീരിയസ് എന്നുള്ളത് ഒന്നും സ്വയം നമ്മളോട് ചോദിക്കുക. പക്ഷെ ഇവിടെ ആലോചിച്ച് നോക്കണം, ഓരോ സമയത്തും നമ്മൾ അപ്ലയൻസ് ഓരോ സമയത്തും നമ്മൾ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മെസ്സേജ് ഇടുന്ന സമയത്ത് നമ്മൾ അതിനൊരു റെസ്പോണ്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു വോയിസ് ഇട്ടിട്ടെങ്കിലും ആ ഒരു ലീഡർക്ക് എന്താ പറയുക റെസ്പോണ്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ അയാളെ ഒരു എന്താ പറയാ അയാളുടെ വാക്കിന് വില കൊടുത്തിട്ടെങ്കിലും നമ്മൾ ഇനി മുതൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നാളെ നമ്മൾ ഒരു ലീഡറായിട്ട് മാറും. കാരണം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലേ നമുക്ക് ആ പറയുന്ന കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ലീഡർ ചെയ്യുന്നതിന് നമ്മൾ തമ്പോ അതിനൊരു റെസ്പോണ്ടോ ചെയ്തില്ലെങ്കിൽ, ആയിരക്കണക്കിനുള്ള നാളൊരു ടീം നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിഷമമുണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളായിരിക്കും നാളെ നമ്മളെ ടീമും നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ ടീമും തരുന്നുണ്ടാവുക. അപ്പോൾ എപ്പോഴും പറയാം, നിങ്ങൾ അതിന് മൂല്യം കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇത് 15,000 കൊടുത്ത് വന്ന ബിസിനസ്സിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു 5 കോടി ഇട്ടിട്ടുള്ള ഒരാൾ എങ്ങനെയാണോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, ആലോചിച്ചു. 15 ആണെങ്കിൽ 15ന് പ്രൊഡക്റ്റ് കിട്ടി, ഒരു 20,000 23,000ന്റെ ഉൽപ്പന്നം കിട്ടി, അത് തിന്നാലും കുഴപ്പമില്ല, ഇനി നഷ്ടമല്ലേ. പക്ഷെ ആലോചിക്കണം, 15,000 കൊടുക്കുന്ന സമയത്തോ 35,000 കൊടുക്കുന്ന സമയത്തോ നിങ്ങളൊരു 5-10 കോടി മുടക്കിയ ബിസിനസിന്റെ സീരിയസ്നെസ്, ആ ഒരു ഉത്തരവാദിത്വം ഇതിൽ എടുക്കുകയാണെങ്കിൽ 100% ഞാൻ പറയുന്നത് ആ ഈ 15 നിങ്ങളുടെ കോടികൾ ഉണ്ടാവും. ഇപ്പൊ ശ്രീജിത്ത് സാർ അന്ന് വന്നു, ആലോചിക്കോ, ഒരു 5,000-ൽ തുടങ്ങിയ ബിസിനസ് ഇന്ന് എത്തി നിൽക്കുന്നത് 200 കോടിക്ക് മുകളിലാണ്. മുബീൻ സാറ്, അനീഷൻ അനൂപ് സാറ് 1000-2000 കോടിക്ക് മുകളിലാണ് ടേൺ ഓവർ ചെയ്തിട്ടുള്ളത്. ആലോചിച്ച് നോക്കണം, തുടങ്ങിയത് ഈ പറയുന്ന 5,000-ലും 15,000-ലാണ്. നോക്കുക, നാളെ നമ്മൾ ഈ പറയുന്ന 15,000-ന്റെ ബിസിനസ് എത്തി നിൽക്കുന്നത് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കോടികളുടെ ബിസിനസിന്റെ ടേൺ ഓവർ. ഇപ്പം നമ്മുടെ നാട്ടിലൊരു ബിസിനസ് എടുത്തു നോക്കി. ഇപ്പൊ ശ്രീ സാർ എന്ന് ചോദിച്ചു, നാട്ടിലെ ഏറ്റവും വലിയൊരു 10 ബിസിനസ് എടുത്തോ, 10ഉം കൂടി കൂട്ടിയാലും ചിലപ്പോൾ 200 കോടിയുടെ ബിസിനസ് ഈ 10 വർഷം കൊണ്ട് നടന്നിട്ടുണ്ടാവില്ല. അവിടെയാണ് ഈ ബിസിനസിന്റെ മഹത്വം മനസ്സിലാക്കേണ്ടത്. അപ്പം നിങ്ങൾ ഒരിക്കലും ഒരു നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായിട്ട് മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പത്താമത്തെ കാര്യം ലേസിയാണ്, മടി എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. 100% ഞാൻ ഇതൊന്നും നമ്മൾ പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്. ഇപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന പ്ലാൻ പറയാൻ മടി, ഇതൊന്ന് ബന്ധുക്കളെടുത്ത് പ്രൊഡക്റ്റ് ഒന്ന് കൊടുക്കാൻ മടി, ആ കാര്യങ്ങള് നമ്മളെ മുന്നിലുള്ള ഒരാളോട് ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ, കാരണം എന്തോ ഒരു തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്, ഈ ഉൽപ്പന്നം കൊടുക്കുന്നത് എന്തോ ഒരു മോശപ്പെട്ടതാണ്, സോപ്പും പേസ്റ്റും വിൽക്കുന്നതല്ലേ നീ ചെയ്യുന്ന പണി എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ അത്രയും മോശപ്പെട്ട ഒരാളാണോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നുണ്ട്. ആലോചിച്ച് നോക്കണം, ലോകത്തിൽ ഇന്ന് ഏറ്റവും വമ്പന്മാരായിട്ടുള്ള ഹിന്ദുസ്ഥാൻ ലിവർ അടക്കം, അല്ലെങ്കിൽ ഈ വമ്പൻ കമ്പനികളെല്ലാം പേസ്റ്റും സോപ്പും ടോയ്ലറ്റ് ക്ലീനറും വിറ്റിട്ടല്ലേ ഇന്ന് ലോകത്തിലെ വമ്പന്മാരായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ആഴ്ച ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഉൽപ്പന്നം ഹിന്ദുസ്ഥാൻ ലിവറിനേക്കാളും ഏറ്റവും ക്വാളിറ്റി, ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ്, pH ബാലൻസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും ആളുകളുടെ ആരോഗ്യത്തിന് ഒരു തരത്തിലും ഹാനികരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന, മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയുടെ ഓരോ വ്യക്തികളാണ് നമ്മളെന്ന് മനസ്സിലാക്കുക. ആലോചിക്കുമ്പോൾ മറ്റെല്ലാം കെമിക്കലായിട്ട് ആളുകളുടെ ആരോഗ്യം കളയുന്നുണ്ടെങ്കിൽ, ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ ആരോഗ്യം തിരിച്ച് കിട്ടാൻ സാധ്യതയുള്ള ഉൽപ്പന്നമല്ലേ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം
ഈ പറയുന്ന ആളുകൾ വിൽക്കുന്നതിനേക്കാൾ എത്രയോ ഗുണമുള്ള ഉൽപ്പന്നങ്ങളല്ലേ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. എത്രയോ ആളുകളുടെ ആരോഗ്യം നമ്മൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉൽപ്പന്നങ്ങളല്ലേ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആര് ചെയ്യുന്നതാ ശരി? ആലോചിച്ചോണം. ഇത് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ശരി. ഇനിയെങ്കിലും മികച്ച ഉൽപ്പന്നമാണെന്നുള്ളത് സ്വയം ബോധത്തോടു കൂടെ തന്നെ നമ്മൾ ആളുകളിലേക്ക് ഒന്ന് എത്തിക്കാൻ ഇതൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഒരിക്കലും നമ്മുടെ മടി കാണിക്കാണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങളും ബിസിനസ്സും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി 11ാമത്തെ കാര്യം ബ്രേക്ക് വർക്ക് ബ്രേക്ക് എന്നാണ്. ഇത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ബ്രേക്ക് ഇട്ടാണ്ട് വണ്ടി കുറച്ചു നേരം ആക്സിലേറ്റർ ഇട്ടിട്ട് പിന്നെ ബ്രേക്ക് ഇടുന്ന മാതിരിയുള്ള കഥ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ ബിസിനസ്സിൽ അത് നടക്കൂല. കൺസിസ്റ്റന്റ് ആയിട്ട് എന്നും പ്ലാൻ കൊടുക്കുന്നത്, ഒരു 5 പ്ലാൻ കൊടുക്കുകയാണ്, 5 ആൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിലോ, ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്നൊരു പ്രൊഡക്റ്റ് കൊടുത്തു, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വേറെ പിന്നെ ഒരു പ്ലാൻ കൊടുത്തു, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് GTS പോയി. ഒന്നും ഒരു സ്ഥിരത അല്ല, ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വെള്ളത്തുള്ളി എന്നും നമ്മൾ ഉറ്റുന്നുണ്ടെങ്കിൽ ആ പാറയെ പോലും ഹോൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ഓട്ടം ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇവിടെ എന്നും ചെയ്തുകൊണ്ടിരിക്കുക. അത് ഞാൻ പറഞ്ഞു, ഒരു ദിവസം 20 പ്ലാൻ കൊടുക്കുക എന്നുള്ളതിലല്ല കാര്യം. എന്നും കൊടുക്കുന്നത് കൺസിസ്റ്റന്റ് ആക്കുക. 5 പ്ലാൻ കൊടുക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് 5 പ്ലാൻ നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുത്തോക്കൂ. ഉറപ്പാണ് അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ സിസ്റ്റത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ 100% നമ്മൾ ഈ പറയുന്ന സിസ്റ്റത്തിൽ നിന്നുകൊണ്ട്, വിന്നേഴ്സിന്റെ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പറയാ 12ാമത്തേതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്സ്. ഉറപ്പാണ് ഈ ഒരു ബിസിനസ് എന്നല്ല, എല്ലാ കാര്യത്തിലും ഒരു കല്യാണാലോചന വന്നാൽ ആദ്യം അന്വേഷണം വരുന്ന ആ ചെക്കനെ കുറിച്ചിട്ട് നെഗറ്റീവ് ഉണ്ടോ എന്നുള്ളതാണ്. ആണോ അല്ലേ? ഒരു ഡ്രസ്സ് എടുത്തു നോക്ക്, അതിനെ കുറിച്ചിട്ട് ആദ്യം മനസ്സിലാക്കണേ, അയ്യോ ഇതാണ് എടുത്തത്, ഇതിനേക്കാളും നല്ല കളർ വേറെ ഉണ്ടെന്നല്ലേ ചോദിക്കും. ഒരു ഫ്രിഡ്ജ് നിങ്ങൾ വാങ്ങിക്കോ, ഒരു കാർ നിങ്ങൾ വാങ്ങി നോക്കൂ, അവൻ പറയും, ഓ ഇതിനേക്കാളും നല്ലൊരു കളർ ആയിരുന്നു കേട്ടോ, അതും കൂടി ഒന്ന് നമുക്ക് നോക്കായിരുന്നു. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും നമ്മുടെ പ്ലാനിനെ പറ്റിയിട്ടും നമ്മുടെ ലീഡേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ നെഗറ്റീവ് പറയാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും. പക്ഷെ അവിടെയൊക്കെ പോസിറ്റീവ് ആക്കാൻ പറ്റുന്ന ആളുകൾ നമ്മളാണ്. കാരണം എന്തൊക്കെ വന്നാലും 100% ഞാൻ ഇതിനെ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്റെ ലീഡറെ ഞാൻ വിശ്വസിച്ചു നിൽക്കുന്നത്. എന്റെ കമ്പനി ലോകത്തിലെ മികച്ച കമ്പനി ആവാൻ പോകുന്ന കമ്പനിയാണ്, ഏറ്റവും റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണെന്ന് ഇങ്ങനെ നമ്മളെ സ്വയം ഒന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ നെഗറ്റീവിനും പോസിറ്റീവ് ആക്കാൻ പറ്റുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പാണ് അവിടെ വലിയ രീതിയിൽ നമുക്ക് ഇതുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെയൊക്കെ കാര്യങ്ങൾ നോളജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളല്ല ഈ ബിസിനസ്സിന് നമ്മളോട് തന്നെ ചോദിക്കണം. ഒരു ഡോക്ടറോട് അസുഖത്തെ കുറിച്ച് ചോദിക്കണം, ഒരു വക്കീലിനോട് കേസിനെ പറ്റി ചോദിക്കണം. ഇതേപോലെ തന്നെ ഈ ബിസിനസ്സിൽ എന്തൊക്കെയാണെങ്കിലും എത്ര മാഷോ എത്ര വക്കീലോ എത്ര ജഡ്ജോ വന്നിട്ട് കാര്യമില്ല, ഈ ബിസിനസ് മനസ്സിലാക്കിയ ആളുകൾ നമ്മളാണ്. ആണോ അല്ലേ? ഇത് വ്യക്തമായിട്ട് പഠിച്ച ആളുകൾ നമ്മളായതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നതാണ് ശരി. ആ രീതിയിലേക്ക് നമ്മൾ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ 100% ഈ ബിസിനസ് വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. ട്രേഡ് യൂണിയൻ വളരെ ശക്തമായിട്ട് ഈ ഗവൺമെന്റ് ഇനി അധികാരത്തിൽ വരുന്ന സമയത്ത്, കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് തന്നെ ഇതിന്റെ സർക്കുലറും കാര്യങ്ങളൊക്കെ വന്നതാണ്. ഇനിയും മോണിറ്ററിംഗ് സംവിധാനങ്ങൾ വന്നു, ജെനുവിൻ കമ്പനികൾ വരാൻ പോവാണ്. അതോടൊക്കെ വലിയ വലിയ മാറ്റങ്ങളാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു സമയത്ത് ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഇനി നാളെ ചെയ്യാൻ പോകുന്നതും അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്നതും ഈ ബിസിനസ്സിലൂടെ തന്നെയായിരിക്കും. ഉറപ്പായിട്ടും ഈ ബിസിനസ് അതിശക്തമായിട്ട് വളരാൻ പോകുന്ന ഒരു ബിസിനസ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി 13ാമത്തെ ഒരു കാര്യം പ്രോകാസ്റ്റിനേഷൻ ആണ്. നീട്ടി വെക്കാൻ പാടില്ല. കാരണം ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുട്ടികളുടെ സിലബസിൽ +2 കൊമേഴ്സ്, BCom, BBA, MBA ഇങ്ങനെ ആലോചിക്കും. PG കോഴ്സുകൾ എടുത്തോ, ഷോൺലി യൂണിവേഴ്സിറ്റി, ഭാരതിയാർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റികൾ എടുക്കുകയാണെങ്കിലും അവിടെ PG കോഴ്സിൽ ഏറ്റവും കോഴ്സ് മൂല്യത്തിൽ ഏറ്റവും കോഴ്സ് വാല്യൂവിൽ വരുന്നത് ഇന്ന് ആലോചിച്ചുകൊണ്ട് ഡയറക്ട് സെല്ലിംഗിൽ നമ്മുടെ ഈ പറയുന്നതാണ്. അതെ, നാളെ ചിലപ്പോൾ നമ്മൾ ഉണ്ടാവണം എന്ന് ഉറപ്പില്ല. ഈ പറയുന്നത് ഈ പ്രസന്റ്ലി ചെയ്യാൻ പറ്റുക, ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം ചെയ്യുക. ഒരിക്കലും നാളെ നീളെ ഒരിക്കലും അത് റിസൾട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുകയാണ് നിങ്ങളുടെ അടുത്ത്, ഈ പറയുന്ന കിട്ടിയിട്ടുള്ള അവസരം വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളതും ഏറ്റവും മഹത്തരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണെന്നുള്ളതും ഏറ്റവും റിസൾട്ട് ലോകത്തിൽ വലിയ മാറ്റങ്ങൾ ആരോഗ്യത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കയ്യിൽ കിട്ടിയെന്നുള്ളതും ഒരു ഉത്തമ ബോധത്തോടെ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവും. നമ്മൾ എപ്പോഴും ഒരു അലർട്ട് ആയിക്കൊണ്ടിരിക്കുക. ഈ സെക്കൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റുക. ഇപ്പം പ്ലാൻ കൊടുക്കണം തോന്നിക്കഴിഞ്ഞാൽ, ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ അവിടെ പോകാൻ, നാളത്തേക്ക് മാറ്റി വെക്കാനൊന്നുമില്ല. കാരണം നാളെ ചിലപ്പോൾ മാറ്റി വെക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയിണ്ടാവും. അതുകൊണ്ട്
ഇപ്പം പറ്റുന്നത് ഇപ്പം തന്നെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ലാസ്റ്റത്തെ ഒരു സെഷനും കൂടി, ലാസ്റ്റത്തെ ഒരു പോയിന്റിലൂടെ വന്നിട്ട് ഞാൻ നിർത്തുകയാണ്. എഡിഫിക്കേഷൻ ആൻഡ് ഡി എഡിഫിക്കേഷൻ എന്നുള്ളത് ഇവിടെയാണ് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ആലോചിച്ചു കൊണ്ടേ ഉള്ളൂ, നമ്മളൊക്കെ ബിസിനസ്സിൽ ഈ പറഞ്ഞ 13-14 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, 13 കാര്യങ്ങൾ പറഞ്ഞു. ഈ 13 കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കാനും അതുപോലെ നടത്താനും പറ്റുന്ന ലീഡേഴ്സിനെ കൃത്യമായി നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആലോചിച്ച് നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ലീഡർ വന്നു കഴിഞ്ഞാൽ ആ ലീഡറെ കൃത്യമായിട്ട് വിശ്വസിച്ച് 100% വിശ്വസിച്ചുകൊണ്ട് അയാൾ പറയുന്നത് എന്താണോ ആ കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മൾ സ്റ്റാർ ലീഡർ ആയിരിക്കും, അവർ ഹോം മീറ്റിംഗ് എടുക്കാൻ വന്നതാവും. ആ സ്റ്റാറിനെ നമ്മൾ പറയാം, സാർ ഇത് എന്റെ ഈ ബിസിനസ്സിൽ വന്ന ഇത് സ്റ്റാർ ലീഡർ ആണ്, ഇത് എന്നെ ഈ ബിസിനസ്സിലേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നുള്ള ഒരു ATC ലീഡറാണ് അല്ലെങ്കിൽ TC ലീഡറാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പുതിയ ആളെ പരിചയപ്പെടുന്നത്, അയാൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പം നിൽക്കുന്നത് വലിയ റാങ്കിലാവും, അയാൾ വന്നത് ചിലപ്പോൾ ചെറിയ റാങ്കിലാവും. പക്ഷെ ആ ചെറിയ റാങ്കിലുള്ള ആളുകൾക്ക് പോലും ആ എഡിഫിക്കേഷൻ കൊടുക്കുന്ന സമയത്താണ് മുന്നിലിരിക്കുന്ന വ്യക്തികൾ അയാളെ കേൾക്കാൻ സന്നദ്ധരാവുള്ളൂ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, എഡിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ബിസിനസ്സിൽ വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ പറയുന്നത്, ഡി എഡിഫിക്കേഷൻ ഒരിക്കലും ടീമിൽ നിങ്ങൾ നടത്തരുത്. ആ ലീഡറെ കുറിച്ചിട്ടോ ടീമിൽ ഓരോ വ്യക്തികളെ കുറിച്ചിട്ടോ ഈ ഡി എഡിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ ആലോചിച്ചുകൊണ്ട് ഡൗൺലൈൻ്റെ അടുത്തൊക്കെ നമ്മൾ ലീഡറെ പറ്റിയിട്ട് മോശമായിട്ടുള്ള രീതിയിൽ പറയേ, അല്ലെങ്കിൽ ലീഡർക്ക് എന്തെങ്കിലും പിന്നെ വരാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ലീഡറെ കുറ്റം പറയേ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അതിനെ ലീഡറെ തലേക്ക് ഇടേ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതായത് എഡിഫിക്കേഷൻ എന്ത് വന്നാലും നാളെ ഞാനും ഒരു ലീഡറാണ്, നാളെ എന്നെ പറ്റിയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയും എന്നുള്ളൊരു ഉത്തമ ബോധം നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ട് എഡിഫിക്കേഷൻ ആണ് ജീവിതത്തിൽ ആ ആളുകൾ വലിയ രീതിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ആലോചിച്ച് നോക്കണം, കുറ്റം പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. ആലോചിച്ച് നോക്കണം, നിങ്ങൾ എന്തെങ്കിലും പരാതികൾ ടീമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലീഡറെ നല്ലത് ചെയ്താൽ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ഹൈപ്പ് ചെയ്ത് ക്രിയേറ്റീവ് പറയും, ഇതൊരു സൂപ്പർ ലീഡറാണ്, ഇവർ ചെയ്തത് കണ്ടില്ലേ, ഇങ്ങനെ ചെയ്തു റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ള എല്ലാവരുടെ മുന്നിൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ലീഡറെ ആ ടീമിന്റെ മുന്നിൽ നിന്ന് മെല്ലെ മാറ്റി നിർത്തിയിട്ട് പതുക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവനോട് പറയാ, നീ ചെയ്തത് വളരെ മോശമായി പോയി, നീ ഇത് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ലീഡറെ പറ്റി അഭിമാനം തോന്നുള്ള അയാൾക്ക്. ആണോ അല്ലേ? എല്ലാവരുടെയും മുന്നിലിട്ടിട്ട് ആളാവാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ആ പറയുന്ന ആളാവാൻ പറഞ്ഞ ആള് ഇയാളുടെ മുന്നിലെ ചിലപ്പോൾ നാളെ ഇതേപോലെ ഒന്നും അല്ലാണ്ടായി തീരും. അതുകൊണ്ട് ആ ലീഡർക്ക് ആ പറഞ്ഞ വ്യക്തിയോട് ഒരു അഭിമാനം അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് തോന്നുന്നത് ആ പറയുന്ന വിളിച്ചു കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ സ്വകാര്യമായി പറയുന്നതിലാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുക, ഈ കാര്യങ്ങളെല്ലാം തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. പക്ഷേ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല മനസ്സിലാക്കുക, എല്ലാവരും ലീഡർഷിപ്പിലുള്ള ആളുകളാണ്. ഇതിലിരിക്കുന്ന ഓരോ വ്യക്തികളും നാളെ ലക്ഷക്കണക്കിന് ടീമുകളുള്ള ഒരു വലിയ ടീമിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ ഈ വൈകിയ വേളയിൽ കൂടുതൽ സമയം എടുക്കണില്ല. 10:30 മണി ഇതുവരെ നിങ്ങൾ ഈ കറക്റ്റായിട്ട് ഓരോ സമയത്തും എൻ്റെ ഈ ഓരോ വാക്കുകളും കേട്ടിരിക്കുന്ന ഈ വ്യക്തികളായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ളതും ജീവിതത്തിൽ വലിയ 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 മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഫീൽഡാണ് നമ്മളൊക്കെ വിജയിപ്പിക്കുന്നത്. അപ്പോൾ ഹാർഡ് വർക്ക്, ആക്ഷൻ ഇടാതെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ ഈ സെക്കൻഡ് മുതൽ നമ്മൾ എല്ലാ സമയത്തും അലർട്ടാവുക, ഫീൽഡിന് നന്നായിട്ട് ടീമിനും ടീമിലുള്ള ആളുകളെയും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക, ലീഡേഴ്സിന് കൃത്യമായിട്ട് നിങ്ങൾ എഡിഫൈ ചെയ്യുക, അതോടൊപ്പം ഉപയോഗിക്കാൻ പഠിക്കാം. ലീഡറിനെ ഉപയോഗിക്കാൻ പഠിക്കുന്ന ആളുകൾ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെടുള്ളൂ. അപ്പൊ എല്ലാ വിധത്തിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത്രയും നേരത്തിൽ നിങ്ങൾ എൻ്റെ വാക്കുകൾ കേട്ട എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി ഏറ്റവും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.